മിഡിൽ ഈസ്റ്റിലെ യുദ്ധവും റെഡ് സീയിലെ സംഘർഷവും ദിവസേന കൂടുതൽ അപകടകരമാകുകയാണ്. ഇതുവരെ അമേരിക്ക, ബ്രിട്ടൻ, യൂറോപ്യൻ രാജ്യങ്ങൾ, ഇസ്രായേൽ എന്നിവയുമായി ബന്ധപ്പെട്ട കപ്പലുകൾക്ക് നേരെയായിരുന്നു പ്രധാനമായും ആക്രമണങ്ങൾ നടന്നിരുന്നത്. എന്നാൽ ഇപ്പോൾ ഇന്ത്യൻ പതാകയുള്ള ഒരു കമേഴ്ഷ്യൽ വെസൽ തന്നെ ആക്രമിക്കപ്പെട്ടിരിക്കുകയാണ്, അതും യമൻ തീരത്തിന് സമീപം. ഇതൊരു സാധാരണ ഷിപ്പിംഗ് ആക്സിഡന്റ് അല്ല. ഒരു പ്രൊജക്ടൈൽ സ്ട്രൈക്കിന് ശേഷം വെസൽ കടലിൽ മറിഞ്ഞ് മുങ്ങുകയായിരുന്നു. ഇന്ത്യയുടെ പതാകയേന്തിയ MSV ഫെയ്സ് നൂറെ ഒലിയ എന്ന ചരക്ക് കപ്പലാണ് മുങ്ങിയത്. എന്നാൽ വലിയ ആശ്വാസ വാർത്ത എന്താണെന്ന് വെച്ചാൽ കപ്പലിലുണ്ടായിരുന്ന 14 പേരെയും അതിൽ 13 ഇന്ത്യൻ നാവികരെയും ജീവനോടെ രക്ഷിക്കാൻ കഴിഞ്ഞു എന്നതാണ്. കപ്പലിലുണ്ടായിരുന്ന 13 ഇന്ത്യൻ നാവികർ ഉൾപ്പെടെ 14 പേരുടെ അവസ്ഥ എന്താണ്? ആരാണ് ഈ ആക്രമണത്തിന് പിന്നിൽ? എന്തുകൊണ്ടാണ് നിരായുധരായ ഒരു പാവം ട്രേഡിംഗ് വെസലിന് നേരെ ഇത്രയും വലിയ ആക്രമണം ഉണ്ടായത്? ആഗോള വ്യാപാര പാതയായ ചെങ്കടലിൽ ഇന്ത്യക്കാരെ ലക്ഷ്യമിട്ട് നടക്കുന്ന ഈ നീക്കങ്ങൾക്ക് പിന്നിൽ എന്താണ് പരിശോധിക്കാം. ആദ്യം സംഭവം കൃത്യമായിട്ട് പറയാം. ഓഗസ്റ്റ് 4-നാണ് ഈ സംഭവം നടക്കുന്നത്. യമനിലെ ഹൊദൈദ തീരത്ത് നിന്ന് ഏകദേശം 13 നോട്ടിക്കൽ മൈൽ അകലെ വെച്ചാണ് MSV ഫൈസെ നൂറെ ഒലിയ എന്ന ഇന്ത്യൻ ഫ്ലാഗ് മെക്കനൈസ്ഡ് സെയിലിംഗ് വെസലിന് നേരെ ആക്രമണം ഉണ്ടാകുന്നത്. ആഘാതം അത്ര ശക്തമായിരുന്നതിനാൽ മിനിറ്റുകൾക്കകം കപ്പൽ തലകീഴായിട്ട് മറിഞ്ഞ് കടലിൽ പൂർണ്ണമായും മുങ്ങി. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ഇത് വലിയ കണ്ടെയ്നർ ഷിപ്പ് അല്ല, ഇതൊരു മെക്കനൈസ്ഡ് സെയിലിംഗ് വെസൽ MSV ആണ്. ഇന്ത്യയുടെയും അറബ് രാജ്യങ്ങളുടെയും ഇടയിൽ ചരക്കുകൾ കൊണ്ടുപോകാൻ വർഷങ്ങളായിട്ട് ഉപയോഗിക്കുന്ന പരമ്പരാഗത രീതിയിലുള്ള വാണിജ്യ കപ്പലുകളുടെ വിഭാഗത്തിലാണ് ഇത് പെടുന്നത്. അതിനാൽ ഈ ആക്രമണം ഒരു സാധാരണ കപ്പലിനെതിരെ അല്ല നടന്നത്. ആയുധങ്ങളൊന്നുമില്ലാതെ സാധാരണ ചരക്കുകൾ കൊണ്ടുപോകുന്ന സിവിലിയൻ വെസലിനെയാണ് ലക്ഷ്യമിട്ടത്. കപ്പലിൽ ആകെ 14 ജീവനക്കാരാണ് ഉണ്ടായിരുന്നത്. അതിൽ 13 പേരും ഇന്ത്യൻ പൗരന്മാരായിരുന്നു, ഒരാൾ യമനി സ്വദേശി. ഭാഗ്യവശാൽ തൊട്ടടുത്തുണ്ടായിരുന്ന യമൻ കോസ്റ്റ് ഗാർഡും നാഷണൽ റെസിസ്റ്റൻസ് ഫോഴ്സും രക്ഷാപ്രവർത്തനം നടത്തി 14 പേരെയും സുരക്ഷിതമായിട്ട് മോഖ പോർട്ടിലേക്ക് മാറ്റി. പ്രാഥമിക ചികിത്സയും നൽകിയിട്ടുണ്ട്. ഇതാണ് ഈ സംഭവത്തിലെ ഏറ്റവും വലിയ ആശ്വാസം. കാരണം റെഡ് സീയിൽ കഴിഞ്ഞ ഏതാനും മാസങ്ങളായി നടന്ന പല ആക്രമണങ്ങളിലും കപ്പലുകൾക്ക് വലിയ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട്. ചില സംഭവങ്ങളിൽ ജീവനുകളും നഷ്ടമായിരുന്നു. ഈ സംഭവത്തോട് കേന്ദ്ര സർക്കാരും വിദേശകാര്യ മന്ത്രാലയവും വളരെ കടുത്ത ഭാഷയിലാണ് പ്രതികരിച്ചിരിക്കുന്നത്. കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രി സർബാനന്ദ സോണോവാൾ ഇത് യാതൊരു പ്രകോപനവും ഇല്ലാതെ നിരായുധരായ സാധാരണക്കാർക്ക് നേരെ നടന്ന ആക്രമണമാണ് എന്ന് അപലപിച്ചു. അതോടൊപ്പം തന്നെ ഡയറക്ടർ ജനറൽ മാരിടൈം അഡ്മിനിസ്ട്രേഷന് ഉടൻ നടപടികൾ സ്വീകരിക്കാനും ഇന്ത്യൻ നാവികരുടെ സുരക്ഷ ഉറപ്പാക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വിദേശകാര്യ മന്ത്രാലയം പുറത്തുവിട്ട സ്റ്റേറ്റ്മെന്റിൽ വ്യക്തമാക്കുന്നത്, അന്താരാഷ്ട്ര കടൽപാതകളിലൂടെയുള്ള സുരക്ഷിതമായ ഗതാഗതം ഉറപ്പാക്കണം, കപ്പലുകൾക്ക് നേരെയുള്ള ഇത്തരം ആക്രമണങ്ങൾ ഉടനടി അവസാനിപ്പിക്കണം, റിയാദിലെ ഇന്ത്യൻ എംബസി വഴി ഡ്രൈവർമാരെ സുരക്ഷിതമായിട്ട് നാട്ടിലെത്തിക്കാനുള്ള പ്രൊസീജിയേഴ്സ് നടക്കുകയാണ്. ഏറ്റവും പുതിയ വിവരം അനുസരിച്ച് യമനിലെ ഹൂതികളാണ് ഈ ആക്രമണത്തിന് പിന്നിലെന്ന് അവിടുത്തെ പ്രാദേശിക ഉദ്യോഗസ്ഥരും റെസിസ്റ്റൻസ് സേനയും ആരോപിക്കുന്നുണ്ട്. എങ്കിലും ഔദ്യോഗികമായ ഹൂതികൾ ഇതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തിട്ടില്ല. അതേസമയം ഇന്ത്യ ഔദ്യോഗിക അന്വേഷണ ഫലം പുറത്തു വരുന്നത് വരെ ആരെയും നേരിട്ട് കുറ്റപ്പെടുത്തിയിട്ടില്ല. അതുകൊണ്ട് ഇപ്പോൾ സ്ഥിരീകരിച്ച വസ്തുതയും ആരോപണവും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കേണ്ടത് വളരെ പ്രധാനമാണ്. ഇവിടെയാണ് കഥ കൂടുതൽ ഗൗരവമേറിയതാകുന്നത്. കാരണം കഴിഞ്ഞ 2 വർഷമായിട്ട് റെഡ് സീ ലോകത്തിലെ ഏറ്റവും അപകടകരമായ ഷിപ്പിംഗ് കോറിഡോറായിട്ട് മാറിയിരിക്കുകയാണ്. ഇനി ഇന്ത്യൻ നാവികസേനയും കോസ്റ്റ് ഗാർഡും ഈ മേഖലയിലെ ഇന്ത്യൻ കപ്പലുകളുടെ സുരക്ഷയ്ക്കായിട്ട് നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട്. ആവശ്യമെങ്കിൽ സഹായം നൽകാൻ ഇന്ത്യൻ യുദ്ധ കപ്പലുകളും പ്രദേശത്ത് സജ്ജമാണ്. ഇനി നമുക്ക് ഇതിന്റെ സ്ട്രാറ്റജിക് അനാലിസിസ് ഒന്ന് നോക്കാം. എന്തുകൊണ്ടാണ് ഈ ചെങ്കടൽ മേഖല ഇത്രയധികം പോർവിളികൾ നിറഞ്ഞതാകുന്നത്? ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് ബാബൽ മണ്ഡപ് സ്ട്രീറ്റ് ആണ്. ലോക വ്യാപാരത്തിന്റെ 12% കടന്നു പോകുന്നത് യൂറോപ്പിനെയും ഏഷ്യയും ബന്ധിപ്പിക്കുന്ന ഈ ഒരു ഇടുങ്ങിയ കടൽപാത വഴിയാണ്. രണ്ടാമത്തെ കാരണം വർദ്ധിച്ചു വരുന്ന ഹൂതി ആക്രമണങ്ങൾ. പശ്ചിമേഷ്യൻ സംഘർഷങ്ങൾ കൂടുന്നതിനിടെ ഇസ്രായേലുമായി ബന്ധമുള്ളതും സൗദി അറേബ്യയുമായി സഹകരിക്കുന്നതുമായ കപ്പലുകളെ ലക്ഷ്യമിട്ട് ഹൂതികൾ ഉപരോധം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അടുത്ത കാരണം ഇന്ത്യൻ നാവികർക്കുള്ള ഭീഷണിയാണ്. ലോകമെമ്പാടുമുള്ള മെർച്ചന്റ് നേവി ജീവനക്കാരിൽ വലിയൊരു ശതമാനം ഇന്ത്യക്കാരാണ്. ഓഗസ്റ്റിൽ നടന്ന ഈ സംഭവത്തിന് തൊട്ടു മുൻപും ഹോർമുസ് കടലിടുക്കിലും ചെങ്കടലിലും വെസലുകൾക്ക് നേരെ ആക്രമണങ്ങൾ നടന്നിരുന്നു. ഇത് ഇന്ത്യക്ക് വലിയ സുരക്ഷാ ആശങ്കയാണ് ഉണ്ടാക്കുന്നത്. ഇനി സാമ്പത്തിക ആഘാതമാണ്. കപ്പലുകൾ സുരക്ഷിതമായ മറ്റു വഴികൾ നോക്കുമ്പോൾ ആഫ്രിക്കൻ വൻകര ചുറ്റി സഞ്ചരിക്കേണ്ടി വരുന്നു. ഇത് ഇൻഷുറൻസ് ചാർജുകളും ഫ്രൈറ്റ് നിരക്കുകളും വർദ്ധിപ്പിക്കുകയും ഇത് ഇന്ത്യയിൽ സാധനങ്ങളുടെ വിലക്കയറ്റത്തിന് പോലും കാരണമാവുകയും ചെയ്യും. ഒരു കാര്യം വ്യക്തമാണ്, റെഡ് സീയിലെ ഈ സംഭവം ഒരു കപ്പൽ മുങ്ങിയ വാർത്തയല്ല. ലോക വ്യാപാരത്തിന്റെ സുരക്ഷ, അന്താരാഷ്ട്ര കടൽ പാതകളുടെ ഭാവി, ഇന്ത്യയുടെ സമുദ്ര താൽപര്യങ്ങൾ എന്നിവയെല്ലാം ഇതുമായിട്ട് നേരിട്ട് ബന്ധപ്പെട്ട് കിടക്കുകയാണ്. എന്നാൽ ഈ സംഭവത്തിൽ ഏറ്റവും വലിയ ആശ്വാസം കപ്പലിലുണ്ടായിരുന്ന എല്ലാവരെയും ജീവനോടെ രക്ഷിക്കാനായതാണ്.
വരും ദിവസങ്ങളിൽ അന്വേഷണം എന്താണ് പുറത്തു കൊണ്ടുവരുന്നത്? റെഡ് സീ വീണ്ടും സുരക്ഷിതമാകുമോ? ഇന്ത്യ എന്തെല്ലാം പുതിയ നടപടികൾ സ്വീകരിക്കും എന്നതൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. എന്തായാലും ലോകത്തിന്റെ ഏത് ഭാഗത്തും സംഘർഷങ്ങൾ അവസാനിക്കുകയും നിരപരാധികളായ നാവികരുടെ ജീവൻ, ആരുടെയും ജീവൻ ഒരിക്കലും അപകടത്തിൽ ആകാതിരിക്കട്ടെ എന്നും നമുക്ക് പ്രതീക്ഷിക്കാം. ഇന്ത്യ ഉൾപ്പെടെയുള്ള വൻശക്തികൾ ഈ വിഷയത്തിൽ എന്ത് ശക്തമായ നിലപാടായിരിക്കും ഇനി സ്വീകരിക്കുക എന്നത് കണ്ടറിയണം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.